വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോണ്ടാക്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 30 മിനിറ്റ് മസ്റ്റായിട്ടെന്ന് പറഞ്ഞാൽ ഈ ടിപ്പ് ഫോളോ ചെയ്യാതെ നിങ്ങൾ ഇരിക്കാനേ പാടില്ല. ആ ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് ബട്ടൺ ഇനേബിൾ ആക്കി ഇട്ടിട്ടുണ്ട്, ജോയിൻ ബട്ടൺ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് വോയിസ് ചാറ്റ്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ബട്ടൺ ഇനേബിൾ ആക്കാവുന്നതാണ്. 159 രൂപയ്ക്കോ 89 രൂപയ്ക്കോ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ജോയിൻ ബട്ടൺ ഇനേബിൾ ആക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതിൽ നിങ്ങൾ ഇനേബിൾ ആക്കി കഴിയുമ്പോൾ, ജോയിൻ മെമ്പർഷിപ്പ് എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രം മെമ്പേഴ്സ് ഓൺലി ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് കാണാൻ പറ്റും. ആ പോസ്റ്റിന് തൊട്ട് താഴെയായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെലിഗ്രാം വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനലിലോട്ട് പോയിക്കോളും. അതിൽ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഡെയിലി എന്നോണം ലൈവ് സെഷൻസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് വഴി നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കോണ്ടാക്റ്റിൽ 30 മിനിറ്റ് സമയത്തേക്ക് ഫുള്ളായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയിട്ടാണ്. ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഏകദേശം 30 മിനിറ്റിനകത്താണ് നമുക്ക് ബീജസങ്കലനം നടക്കുന്നത്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 to 12 ഡേയ്സിനകത്താണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നൊരു പ്രോസസ്സ് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിൽ വന്നിട്ട് നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോ അറ്റാച്ച് ആകുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള ഈ 6th ഡേ മുതലുള്ള സമയമാണ്. നമ്മുടെ ബോഡിയെ കെയർ ചെയ്യുക, ഫുഡ് കഴിക്കുക, ഫെർട്ടിലിറ്റി എക്സസൈസ് ചെയ്യുക, ഇതെല്ലാം ഏറ്റവും കൂടുതൽ എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6ാമത്തെ ദിവസം മുതലാണ്. പക്ഷെ അതിനേക്കാളും ഏറ്റവും വൈറ്റൽ ആയിട്ടുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നതാണ് ആ ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ടുള്ള ഒരു 30 മിനിറ്റ് സമയം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സമയത്താണ് ബീജസങ്കലനം നടക്കുന്നത്. ബീജസങ്കലനം നടന്നാലല്ലേ ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ബീജസങ്കലനം നടക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ബീജസങ്കലനം നടക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓവുലേഷൻ ഡേറ്റിനേക്കാളും മുൻപാണ് ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഈ സ്പേം സെൽസ് സ്റ്റോർ ആയിട്ട് നിൽക്കുന്നുണ്ടാകും. എഗ്ഗ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എഗ്ഗ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് കൃത്യം ഓവുലേഷൻ ഡേറ്റിൽ നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എഗ്ഗ് വന്നു കഴിഞ്ഞാൽ, എഗ്ഗ് ശരീരത്തിൽ ഉണ്ടെങ്കിൽ 30 മിനിറ്റ് സമയം മതി നമ്മുടെ ശരീരത്തിലേക്ക് സ്വിം ചെയ്ത് സ്പേം സെൽസിനകത്തേക്ക് പ്രവേശിച്ച് ട്യൂബിനകത്ത് പോയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. ഈ 30 മിനിറ്റ് സമയത്തേക്ക് ഫിസിക്കൽ കോണ്ടാക്ട് നിങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം റിലാക്സ് ആയിട്ടിരിക്കാനായിട്ട് നോക്കുക. ഞാൻ ഒരുപാട് ടിപ്സ് ഓരോരുത്തർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് ലെഗ് അപ്പ് ദ വോൾ പോസിൽ കിടക്കാവുന്നതാണ്. ലെഫ്റ്റ് സൈഡോ റൈറ്റ് സൈഡോ ചരിഞ്ഞ് കിടക്കാവുന്നതാണ്. ബ്രിഡ്ജ് പോസിൽ കിടക്കാവുന്നതാണ്. എന്നിങ്ങനെയുള്ള ഒരുപാട് ടിപ്സൊക്കെ ഓരോരുത്തർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു 15 മിനിറ്റ്സ് സമയം ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്തൊരു 15 മിനിറ്റ്സ് സമയം, അതായത് നിങ്ങൾ ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി വന്നിട്ടുള്ള 15 മിനിറ്റ്സ് സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഹസ്ബൻഡിനെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരം ഒന്ന് കിടക്കാനായിട്ട് നോക്കാം. ഒരുപാട് സമയമൊന്നും നിങ്ങൾ കിടക്കേണ്ട, ഒരു 15 മിനിറ്റ് സമയം. ആ 15 മിനിറ്റ് സമയം നിങ്ങളായിരിക്കണം ഈ ലോകത്തിലെ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. ആ ഒരു മൈൻഡ് സെറ്റിൽ വേണം നിങ്ങൾ അദ്ദേഹത്തിനുമായിട്ട് ചേർന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓവുലേഷൻ കഴിഞ്ഞു കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനത്തെ ആ ഒരു തുള്ളി സ്പേം സെല്ല് വരെ നിങ്ങളുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും ഇജാക്കുലേഷൻ കഴിഞ്ഞ് ഒരു സെക്കൻഡോളം ആ ഒരു പൊസിഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. ആഫ്റ്റർ ദാറ്റ് പയ്യെ രണ്ടുപേരും സെപ്പറേറ്റഡ് ആകാനായിട്ട് നോക്കുക. അതായത് പെട്ടെന്ന് തന്നെ പുൾ ഔട്ട് ചെയ്തെടുക്കാതെ സ്ലോലി രണ്ടുപേരും സെപ്പറേറ്റഡ് ആകാനായിട്ട് നോക്കിയിട്ട് നിങ്ങൾ ആ ബെഡിൽ തന്നെ കിടന്നുകൊണ്ട് പയ്യെ കാല് നീക്കി മതലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി ലെഗ് അപ്പ് ദ വോൾ പോസിൽ നിങ്ങൾക്ക് കുറച്ചു നേരം കിടക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഞാനിവിടെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ലെഗ് അപ്പ് ദ വോളിൻ്റെയൊക്കെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രിഡ്ജ് പോസ് യോഗയിൽ കുറച്ചു നേരം കിടക്കാവുന്നതാണ്. അത് നിങ്ങളൊരു ടൈമർ വെക്കുകയോ ക്ലോക്കിൽ നോക്കി ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റോളം നിങ്ങൾ അതേ പൊസിഷനിൽ തന്നെ കിടക്കാനായിട്ട് നോക്കുക. ശേഷം നിങ്ങൾ എഴുന്നേറ്റ് വാഷ്റൂമിൽ പോയിട്ട് യൂറിനേറ്റ് ചെയ്യുക. അതുപോലെ ആ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക. ഒരുപാട് സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ചൊന്നും കഴിയേണ്ട ആവശ്യമില്ല. നോർമൽ ടാപ്പ് വാട്ടർ
വെച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മേത്ത് ശരീരത്തിൽ എവിടെയെങ്കിലും സ്പോംസൽസ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാം. അതിനുശേഷം വാഷ്റൂമിൽ പോയി വന്ന് നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഹസ്ബൻഡ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. മാക്സിമം റിലാക്സ് ആയിട്ട് നിങ്ങൾ ആ ബെഡിൽ കിടക്കണം. കാരണം 15 മിനിറ്റ്സ് ടൈമിലല്ല ബീജസങ്കലനം നടക്കുന്നത്, 30 മിനിറ്റ്സ് എങ്കിലും സമയമെടുക്കും ബീജസങ്കലനം നടക്കാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് നമ്മുടെ മൈൻഡ് പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും എന്നാണ് കേട്ടോ ഡോക്ടേഴ്സൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, നമ്മുടെ ഹസ്ബൻഡിനെ ഹഗ് ചെയ്തിട്ട് പയ്യെ നമ്മൾ കിടക്കുകയാണ്, വിശേഷമൊക്കെ പറയുകയാണ്, ഹസ്ബൻഡ് നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് ഇങ്ങനെ തലയൊക്കെ തടവി തരുന്നുണ്ട്. അത്രയും കംഫർട്ടായിട്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞു, വാഷ്റൂമിൽ പോയി തിരിച്ചു വന്നു, ഒഴിച്ചു ഇത്തവണെങ്കിലും നടക്കുമോ, ചേച്ചി പറഞ്ഞ എല്ലാ ടിപ്സും ഞാൻ ചെയ്യുന്നുണ്ട്, ഡോക്ടർ പറഞ്ഞ എല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേഗം കോൺടാക്ട് ചെയ്ത് പുറത്തേക്ക് വന്നു, ഒഴിച്ചു അടുക്കളയിൽ പോകണമല്ലോ, ഫുഡ് ഉണ്ടാക്കണമല്ലോ, അല്ലെങ്കിൽ ജോലിക്ക് പോകണമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ധൃതിക്ക് പോയിട്ട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണെന്ന് അറിയോ ഇങ്ങനെ പീസ്ഫുൾ ആയിട്ട് ഹസ്ബൻഡിനോട് ഒരു 15 മിനിറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യത്തേത്, നിങ്ങളിപ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സ്ട്രെസ് നമ്മുടെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കോർട്ടിസോളിൻ്റെ ലെവൽ നമ്മുടെ ശരീരത്തിൽ കൂടും. ഇത് സ്പോമിൻ്റെ മൂവ്മെൻറ്റിനെ ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. ഇൻഡയറക്ട്ലി അഫക്റ്റ് ചെയ്യുന്നത് വഴി ബീജസങ്കലനം നടക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ടെൻഷൻ ആകുന്ന സമയത്ത് അത്രയും നേരം വരെ നമ്മുടെ നല്ല ലൂബ്രിക്കേറ്റഡ് ആയിട്ട് ശരീരത്തിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ടിരുന്ന സെർവിക്കൽ മ്യൂക്കസിന്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ഹാർഡർ ആവുകയോ തിക്കൺ ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും സ്പോമിന് നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, ഹിൻഡ്രൻസ് ഉണ്ടാകും, അതായത് തടസ്സം ഉണ്ടാകും നമ്മുടെ ശരീരത്തിൽ. ആ ബുദ്ധിമുട്ടുണ്ടാകാനായിട്ടും ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ബുദ്ധിമുട്ടാണ് കോർട്ടിസോളിന്റെ ലെവൽ കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രത്യുൽപാദന ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബോഡിയിൽ ഉണ്ടായിരുന്ന ഫേവറബിൾ ആയിട്ടുള്ള ഇവർ രണ്ടുപേരും തമ്മിൽ ചേരാൻ വേണ്ടിയിട്ട് അടുത്ത് വരാൻ വേണ്ടി വന്നിട്ടുള്ള അത്രയും ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ പെട്ടെന്നൊരു തടസ്സം ഉണ്ടാവുകയും ആ ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് അവിടെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. അതുപോലെ തന്നെ ഇത് ബ്ലഡ് സർക്കുലേഷനെയും അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ സ്ട്രെസ്ഡ് ആവുമ്പോൾ നമ്മുടെ ബോഡി നമുക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാതെ ഫെർട്ടിലൈസേഷൻ അല്ല. അങ്ങനെ വരുമ്പോഴും നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് നന്നായിട്ട് കുറയുന്നു. അതുപോലെ തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഇതുപോലെ തന്നെ ടെൻഷൻ ആവുകയാണെങ്കിൽ 30 മിനിറ്റ് ടൈം മാത്രമേ നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കുന്നുള്ളൂ. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ പിന്നെയും എന്താകുമെന്ന് ആലോചിച്ച് ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിന് ഇംപ്ലാന്റേഷൻ സപ്പോർട്ട് കൊടുക്കാത്ത സിറ്റുവേഷൻ വരും. എൻഡോമെട്രിയൽ ലൈനിങ് ആ ഇംപ്ലാന്റേഷൻ ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകും. എൻഡോമെട്രിയൽ ലൈനിങ് ഷെഡായി പോകുന്ന കണ്ടീഷൻസും ഒക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് എപ്പോഴും പീസ് ഓഫ് മൈൻഡ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. മാക്സിമം ഒരു തടസ്സവും ഇല്ലാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ചേർന്നിരുന്നിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യുക, നല്ല നല്ല മെമ്മറീസ് പരസ്പരം പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ആ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് അയ്യോ ചേട്ടാ ഇത്തവണെങ്കിലും ആകോ, അയ്യോ അല്ലെ എടി ഇത്തവണെന്നെങ്കിലും ആവോ, നമ്മൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. വേറെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല. മറിച്ച് നിങ്ങളുടെ ഹാപ്പിനെസ്, നിങ്ങളുടെ ഏറ്റവും എക്സ്ട്രീമായിട്ട് നിങ്ങൾ ഹാപ്പി ആവുന്നത് എന്തൊക്കെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണോ ആ രീതിക്ക് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ പീസ് ഓഫ് മൈൻഡോടുകൂടി വേണം 30 മിനിറ്റിന് ശേഷം നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാവുന്നതാണ്. അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് തുടങ്ങി അത് തീരണമെങ്കിൽ ഏകദേശം ഒരു 45 മിനിറ്റ്സ് ടൈം എങ്കിലും നിങ്ങൾ എടുക്കണം. കാരണം ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും വേണമല്ലോ നമുക്കൊരു കോണ്ടാക്ട് ചെയ്ത് ഓർഗാസ് ഒക്കെ വന്നിട്ട് ഇജാക്കുലേഷൻസ് ഒക്കെ സംഭവിക്കാൻ ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമുക്ക് വേണം. ഈ സമയം മുതൽ തന്നെ നിങ്ങൾ ആ 15 മിനിറ്റ്സ് ലെഗ് അപ്പ് ദ വോളിൽ കിടക്കുന്നു, എഗെയിൻ ഒരു 15 മിനിറ്റ്സ് ഹസ്ബൻഡുമായിട്ട് ചേർന്നിരിക്കുന്നു. ഈ രീതിക്ക് വേണം നിങ്ങൾ ആ കോണ്ടാക്ട് പ്ലാൻ ചെയ്യാൻ കേട്ടോ. ജസ്റ്റ് ഒരു ഹറിബറി ആയിട്ട് അയ്യോ ചെയ്യണമല്ലോ, ചെയ്യാം, വാ പോവാം, അങ്ങനെ രീതിക്ക് നിങ്ങൾ ചെയ്ത് പോകരുത്. കാരണം ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കിട്ടുന്നത് ചെറിയ ചെറിയ കുഞ്ഞു ഏറ്റവും അമൂല്യമായിട്ടുള്ള ടിപ്സ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമുക്ക് വേറൊരു എഫേർട്ട് ഇടാതെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ടിപ്സാണ് ഇതൊക്കെ. അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട്, സെക്സ്, ഓർഗാസം എന്നൊക്കെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് മോശം രീതിക്ക് കമൻസ് ഇടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരുടെയൊക്കെ കമൻസ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ ജസ്റ്റ് ആ കമൻ്റ് ഒന്ന് വായിക്കുക, റിപ്പോർട്ട് അടിക്കുക, ബ്ലോക്ക് ചെയ്യുക കേട്ടോ. മുഴുവനായിട്ട് വായിക്കരുത്. ഒരു ലൈൻ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് പെശകാണല്ലോ എന്ന്. റിപ്പോർട്ട് അടിക്കുക, ബ്ലോക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ.
യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.